മാറ്റപ്പെട്ടു. എന്നാൽ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഇത്രത്തോളം സന്തോഷവും സമാധാനവും ആരോഗ്യവും ഉള്ളവരായി ദൈവത്തെ സ്തുതിക്കുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നൽകിക്കൊണ്ടിരിക്കുന്ന ഈ നല്ല സന്ദർഭത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. തുടർന്നുള്ളതായ സമയം നമ്മൾ കർത്താവിൻ്റെ വചനത്തിന് മുമ്പാകെ നമ്മൾ കടന്നു പോകുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുകയാണല്ലോ. പ്രിയ സബൻ, പ്ലീസ് കം ആൻഡ് ആമേൻ. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ വളരെ പരിചയമുള്ള, ഞാൻ കഴിഞ്ഞ ആഴ്ച സംസാരിച്ച അതേ വേദഭാഗത്തുള്ള ബന്ധത്തിൽ തന്നെ ഹല്ലേലൂയ, അതിന് അടുത്ത വാക്യം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 5-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. Blessed are the meek, for they shall inherit the earth. ഇതാണ് ഇന്ന് പൽക്കാലം നിങ്ങളോട് സംസാരിപ്പാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നത്. മീക്ക്നെസ് അല്ലെങ്കിൽ സൗമ്യത എന്നുള്ള വിഷയത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങളോട് ഓർപ്പിക്കുവാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. This morning I'd like to speak about meekness. മീക്ക്നെസ് എന്ന് പറയുമ്പോൾ അതിന് വീക്ക്നെസ് എന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷെ അത് വീക്ക്നെസ് അല്ല. മീക്ക്നെസ് വളരെ ഡിഫറൻ്റ് ആയ ഒരു കാര്യമാണ്. We are likely sometimes to mistake weakness and meekness, but they're actually different. ആമേൻ. ഇന്നത്തെ ലോകത്ത് ഈ പ്രത്യേകിച്ച് സൗമ്യത എന്ന് പറയപ്പെടുന്നത് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നതായ ഒരു കാര്യമാണ്. In this world, it is often mistaken what meekness means. അല്ലെങ്കിൽ സൗമ്യത എന്ന് പറയുന്നത് വാസ്തവത്തിൽ നിഷ്ക്രിയമായിരിക്കുന്നതായ ഒരു സംഗതിയല്ല. What that means is നിഷ്ക്രിയം എന്ന് പറഞ്ഞാൽ ക്രിയയില്ലാത്ത, without work. ഒരു നിഷ്ക്രിയമായിരിക്കുന്നതായ ഒരു സംഗതിയല്ല അല്ലെങ്കിൽ മീക്ക്നെസ് എന്ന് പറയപ്പെടുന്നത്. It is not an inactionable thing. എന്നാൽ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ സൗമ്യതയോടുകൂടെ താഴ്മയോടുകൂടെ ആയിരിക്കുന്ന ഒരു അവസ്ഥയാണ് സൗമ്യത എന്ന് പറയപ്പെടുന്നത്. Meekness is being in the presence of God with humility. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ഈ സൗമ്യതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഹല്ലേലൂയ, ഈ സൗമ്യത എന്ന് പറയപ്പെടുന്ന വ്യക്തി ഒരിക്കലും ബലഹീനനല്ല. When we talk about a person who's being meek, it does not mean the person is weak. ഈ വ്യക്തിക്ക് ധാരാളം ശക്തിയുണ്ട്. പക്ഷെങ്കിൽ അതിനെ ഒതുക്കി അതിനെ നിയന്ത്രണത്തിൽ നിർത്തുന്നതാണ് സൗമ്യത എന്ന് പറയപ്പെടുന്നത്. Meekness means this person has immense strength, but the person is able to control it. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, let me give an example. നമുക്കറിയാം, കുതിര ശക്തി എന്ന് പറയപ്പെടുന്നത് വളരെ ശക്തിയുള്ളതായ ഒരു മൃഗമാണ് കുതിര എന്ന് പറയപ്പെടുന്നത്. We often use the term horsepower, indicating the power like of a horse. കുതിരയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മുടെ ഡൊമസ്റ്റിക് അനിമലിന്റെ കൂട്ടത്തിൽ ഏറ്റവും ശക്തിമത്തായ ഒരു മൃഗമാണ്, അല്ലെങ്കിൽ വളർത്തു മൃഗങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശക്തിമത്തായ ഒരു മൃഗമാണ് ഈ കുതിര. In the domestic animals, the horse is the strongest of it. എന്നാൽ ഈ കുതിരയെ സംബന്ധിച്ചിടത്തോളം ഇതിന് ശക്തി ഉണ്ടെങ്കിൽ തന്നെയും അതിനെ പരിശീലിപ്പിച്ച് ട്രെയിൻ ചെയ്ത് അതിനെ മെരുക്കി എടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത്ര ശക്തിയുള്ളതായ മൃഗവും ഈ യജമാനന് കീഴെ അല്ലെങ്കിൽ ട്രെയിനർക്ക് കീഴെ വളരെ പക്വതയോടുകൂടെ വളരെ അനുസരണശീലത്തോടുകൂടെ കടന്നു പോകുന്ന ഒരു ചിത്രമാണ് നമുക്ക് സൗമ്യതയിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. When you think about this horse, it's extremely strong, but on training it becomes a very controlled and domesticated animal. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മീക്ക്നെസ് അല്ലെങ്കിൽ സൗമ്യത എന്ന് പറഞ്ഞാൽ അത് ഒരു ബലഹീനതയുടേതായ ചിത്രമല്ല. ശക്തനായിരിക്കുമ്പോൾ തന്നെ അതിനെ നാം നിയന്ത്രണത്തിൽ ഒതുക്കി വെച്ച് കർത്താവിന് വേണ്ടി നാം നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ താഴ്ത്തി കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ് സൗമ്യത എന്ന് പറയുന്നത്. So meekness is not weakness, but it is immense strength, but controlled and submissive in the presence of God. നമ്മൾ സൗമ്യത എന്ന് പറയപ്പെടുമ്പോൾ നമുക്കറിയാം, ആത്മാവിന്റെ ഫലങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഫലമാണ് സൗമ്യത എന്ന് പറയപ്പെടുന്നത്. When we talk about the fruits of the Spirit, patience is one of the
fruits. ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 22 മുതലുള്ളതായ വേദഭാഗത്ത് നമ്മൾ കടന്ന് വായിച്ചു വരുമ്പോൾ In Galatians chapter 5 verse 22, when we read അവിടെ on, ഇങ്ങനെയാണ് തുടങ്ങുന്നത്, ആത്മാവിന്റെ ഫലമോ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. and we read, these are the fruits of the Spirit. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, പിന്നെ പറയുന്നത് സൗമ്യത എന്നുള്ളതാണ്. And there we read this, the fruit of the Spirit is love, joy, peace, patience, kindness, goodness, faithfulness, gentleness and self-control. ആമേൻ. അപ്പോൾ ഈ നാം ദൈവമക്കളായിരിക്കുന്നതായി നമ്മെ സംബന്ധിച്ചിടത്തോളം എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരിക്കേണ്ടതായ ആത്മാവിന്റെ ഫലമാണ് സൗമ്യത എന്ന് പറയുന്നത്. So as children of God, one of the fruits of the Spirit we must possess is self-control. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തന്നെ ഇവിടെ പറയുന്നതായ കാര്യമാണ്. കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ, ഈ കർത്താവ് തൻ്റെതായ ഉപദേശത്തിൽ അല്ലെങ്കിൽ പഠിപ്പിക്കൽ പറയപ്പെടുന്നതായ വിഷയം എന്തെന്ന് ചോദിച്ചാൽ, കർത്താവ് ദൈവരാജ്യത്തിൻ്റെതായ പൗരന്മാർ എങ്ങനെ ആയിരിക്കണമെന്നുള്ള വിഷയമാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. We recently spoke about how the citizens of the heaven must be. ആമേൻ. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും പറയുകയുണ്ടായി, കർത്താവ് ഉയർന്ന ഒരു മലയിലേക്ക് കടന്നു എന്ന് അവരോട് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നതായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. We learned about how Jesus went up a hill and taught his disciples. അപ്പോൾ ഈ കാറ്റഗറി അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് എന്ന് പറയപ്പെടുന്നത് ലോക ജനത്തിന് പലപ്പോഴും മനസ്സിലാക്കുവാൻ കഴിയാത്തതായ സാഹചര്യമാണ്. What we're learning about is not for the common man to understand, but is an elevated thinking. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർന്ന ചിന്താഗതി, ഒരു ഉയർന്ന നിലവാരം, ഒരു സ്വർഗീയ പൗരന്മാരുടേതായ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് നമുക്കുണ്ടായിരിക്കണം. We must therefore elevate our standard of living as the citizens of heaven. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പൽക്കാലം എനിക്ക് ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് നിങ്ങളെ ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളതായ കാര്യം എന്തെന്ന് ചോദിച്ചാൽ, meekness is trusting in God's strength, not our own. എന്ന് പറഞ്ഞാൽ സൗമ്യത നമ്മുടെ സ്വന്തം ശക്തിയിൽ ആശ്രയിക്കാതെ ദൈവശക്തിയിൽ ആശ്രയിക്കുന്നതാണ്. So the first point I want to impart to you today is meekness is trusting in God's strength, not our own. ആമേൻ. അതിനോടുള്ളതായ ബന്ധത്തിൽ വേദപുസ്തകത്തിൽ നിന്ന് തന്നെ അതിന്റെ ഒരു ഉദാഹരണം ഞാൻ എടുത്ത് നിങ്ങളോട് പറയുവാൻ തക്കവിടം I'd താല്പര്യപ്പെടുന്നു. like to illustrate this with an example from the Bible. ആമേൻ. അത് ആ സംഭവം നമ്മൾ കാണുന്നത് 1 ശമൂവേലിന്റെ പുസ്തകം അതിന്റെ 24-ാമത്തെ അധ്യായത്തിലാണ്. It's in the first book of Samuel, chapter 24. ആമേൻ. അവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്, അവൻ ഒന്നാമത്തെ ഇസ്രായേലിന്റെ രാജാവായിരിക്കുന്നതായ ശൗലും അതോടൊപ്പം തന്നെ അദ്ദേഹം വാണരുന്നതായ സമയത്ത് തന്നെ അദ്ദേഹത്തിന് പകരക്കാരനായി അഭിഷേകം ചെയ്യപ്പെട്ടതായ ദാവീദിനെ നമുക്ക് അവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. We are introduced to the first king of Israel, King Saul, and David, who was found to be his successor. ആമേൻ. ഇവിടെ ഇവർ രണ്ടുപേരെയും കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ 24-ാം അധ്യായം അതിനുള്ളതായ ആ സാഹചര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ്. ശൗൽ രാജാവ്, ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവായിരുന്നതായ ശൗൽ, ഹല്ലേലൂയ, പിന്നെ തന്റെ പുറകെ കടന്നു വരുന്നതായ രാജാവായി വാഴുവാൻ തക്കവണ്ണം കടന്നു വരുന്നതായ ദാവീദിന് എതിരെ അവനെ വേട്ടയാടുന്നത് പോലെ നമുക്ക് അവിടെ കാണുവാൻ തക്കവണ്ണം കഴിയും. This is a familiar passage. We introduced to the first king of Israel, Saul, and his successor David, and how Saul was persecuting and trying to hunt down David. നമുക്കറിയാം, ഏതെങ്കിലും തരത്തിൽ ദാവീദിനെ ഒന്ന് കൈ കിട്ടിയാൽ അവനെ വകവരുത്തുവാൻ തക്കവണ്ണം വളരെ കിണഞ്ഞു പരിശ്രമിക്കുന്നതായ ഒരു ശൗൽ. And Saul is desperately to try and hunt down and kill David. അവൻ ആണെങ്കിൽ ദാവീദാണെങ്കിൽ അവൻ അഭിഷേകം ചെയ്യപ്പെട്ടതായ വ്യക്തിയാണെന്ന് പറഞ്ഞാലും അദ്ദേഹം ശൗലിൽ നിന്ന് ഇങ്ങനെ ഓടി മറഞ്ഞു പോകുന്ന ഒരു അവസ്ഥ. And even though David was an anointed person, he continues to try and hide from Saul. എന്നാൽ ഞാൻ പറയുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നത്, അങ്ങനെ ആയിരിക്കുന്നതായ ഒരു സമയത്ത് ഒരു നല്ല ഒരു അവസരം ദാവീദിന് ലഭിക്കുക. In such a situation, David finds a great opportunity. ആമേൻ. ഹല്ലേലൂയ.
ഗുഹയ്ക്കകത്ത് ഉറങ്ങിക്കിടക്കുന്നതായ ശൗലിനെ കാണുവാൻ തക്കവണ്ണം ഇടയാകുന്നു. He finds Saul sleeping in a cave. ആമേൻ. വളരെ നല്ല ഒരു സന്ദർഭമാണിത്. It was a great opportunity. അതായത് നമ്മൾ ഭാഷയിൽ പറഞ്ഞുള്ള ശത്രുവിനെ കൈ കെട്ടിയിരിക്കുകയാണ്. He found the enemy at his behest. കൂടെ ദാവീദിന്റെ കൂടെയുള്ളതായ പ്രിയപ്പെട്ടവർ പറയുന്നുണ്ട്, ഇത് നല്ല ഒരു അവസരമാണ് അദ്ദേഹത്തെ വകവരുത്തുവാൻ തക്കവണ്ണം. അതുകൊണ്ട് അദ്ദേഹത്തെ കൊന്ന് വേണമെങ്കിൽ രാജാവിൻ്റെതായ സിംഹാസനം നിനക്ക് പിടിച്ചടക്കുവാൻ തക്കവണ്ണമുള്ളതായ നല്ല സന്ദർഭമാണെന്നാണ് അവർ പറഞ്ഞു കൊടുത്തത്. Those who were there said this is a great opportunity to finish Saul and take over the kingdom and the throne. എന്ന് ഞാനിവിടെ പറയുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നതായ കാര്യം, അഭിഷേകം പ്രാപിക്കപ്പെട്ടതായ ദാവീദ്, സൗമ്യനായ ദാവീദ് ആ അവസരത്തെ ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി മാറ്റിവെക്കുന്നത് കാണുവാൻ തക്കവണ്ണം കഴിയും. But we see on David, who is anointed with self-control and meekness, submits to the God's time. ആമേൻ. ഹല്ലേലൂയ. നാം മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, ഹല്ലേലൂയ, ദാവീദിനെ സംബന്ധിച്ചിടത്തോളം അവന് ഹല്ലേലൂയ വനാന്തരത്തിൽ നിന്ന് ഇവിടം വരെ കടന്നു വന്നത്, അല്ലെങ്കിൽ അഭിഷേകം പ്രാപിച്ചത് തന്റെ സ്വന്തം ശക്തി കൊണ്ടല്ല. അവനറിയാം ഇതിന് പുറകിൽ ഒരു ദൈവശക്തി ഉണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ സമയത്തിനും ദൈവത്തിൻ്റെതായ ആമേൻ ബലത്തിനും വേണ്ടി അവൻ കാത്തിരുന്നു. അതാണ് സൗമ്യനായിരിക്കുന്നതായ ദാവീദിന്റെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കുന്നത്. David knows he came from the wilderness and not of his own strength but God's anointing, and because of his meekness he relied on God's time and God's plan to come to place. ദൈവമേ, സൗമ്യത എന്ന് പറഞ്ഞാൽ ആമേൻ ഹല്ലേലൂയ നമ്മുടെ സ്വന്തം ശക്തി ഉപയോഗിച്ച് സാഹചര്യങ്ങളെ നിയന്ത്രിക്കാനുള്ള പ്രേരണയെ ചെറുക്കുക എന്നുള്ളതാണ്. And self-control means resisting the temptation to overcome through your own strength. ഇന്നത്തെ ലോകത്തിൽ നാം പലപ്പോഴും പല സന്ദർഭങ്ങളിലും നമ്മെ ഹല്ലേലൂയ മാറ്റി നിർത്തുമ്പോൾ, അല്ലെങ്കിൽ നമ്മെ അവഗണിക്കുമ്പോൾ, നമ്മൾ പലപ്പോഴും അതിനെതിരെ പോകണം, അതിനെതിരായി നിൽക്കണം, എതിരായി ശബ്ദിക്കണമെന്ന് തോന്നിക്കുന്നതായ അവൻ പ്രേരണാശക്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. When we are despised and rejected in this world, we have a natural tendency to start rebelling and fighting against the situation. സൗമ്യനായിരിക്കുന്നതായ ഒരു ദൈവഭക്തന് പറയുവാൻ തക്കവണ്ണം കഴിയും, ഞാൻ എൻ്റെ സ്വന്തം ശക്തിയിലല്ല ആശ്രയിക്കുന്നത്, ഞാൻ എൻ്റെ ദൈവമായി കർത്താവിലാണ് ആശ്രയിക്കുന്നത്. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ഭംഗിയായി അതതിന്റെ സമയത്ത് ചെയ്തു തരുമെന്ന് വിശ്വസിക്കുന്നു. But a person who is meek will say, I'm not going to do this on my own. I'm going to rely on God to do this at his time and in his will. ആമേൻ. ഹല്ലേലൂയ. സങ്കീർത്തനത്തിൻ്റെതായ പുസ്തകത്തിൽ ആമേൻ 37-ാം സങ്കീർത്തനം അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. Psalms chapter 37 verse 5 we read this. നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, Submit your ways to the Lord. അവനിൽ തന്നെ ആശ്രയിക്കുക, Trust in him അവൻ അത് നിർവഹിക്കും. and he will do this. അവൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മീക്നെസ് അല്ലെങ്കിൽ സൗമ്യത എന്ന് പറയപ്പെടുന്നത് ഒരു ബലഹീനതയല്ല, ദൈവശക്തിയിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. Meekness is not weakness but trusting in God's strength. അവൻ നമ്മുടെ സ്വന്തം ശക്തി പലപ്പോഴും ഹല്ലേലൂയ അവൻ സാഹചര്യങ്ങൾ പലപ്പോഴും അതിനെതിരെ നിൽക്കുന്നതായിരിക്കാം. അപ്പോഴും ഹല്ലേലൂയ എൻ്റെ ദൈവമേ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു, അവിടുത്തെ ശക്തി എനിക്ക് മതി എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നതാണ് ഹല്ലേലൂയ സൗമ്യത എന്ന് പറയുന്നത്. Meekness is saying when you are in this situation, God, I'm going to rely on your strength. Your strength is enough for me. ആമേൻ. രണ്ടാമത് മീക്നെസ്സിനെ കുറിച്ച് പറയുമ്പോൾ, സൗമ്യതയെ കുറിച്ച് പറയുമ്പോൾ, മീക്നെസ് സബ്മിറ്റ്സ് ടു ഗോഡ്സ് വിൽ. സൗമ്യത ദൈവഹിതത്തിന് കീഴടങ്ങുന്നതായിരിക്കും. The second point is meekness submits to God's will. ആമേൻ. ഹല്ലേലൂയ. അതിന് ഉദാഹരണമായിട്ട് ഞാൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെതായ ജീവിതത്തിൽ നടന്ന ഒരു സംഭവത്തെയാണ് ഞാൻ എടുത്ത് കാണിക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നത്. To illustrate this, I want to draw upon an incident in Jesus Christ's life. മത്തായിയുടെ സുവിശേഷം
മാത്യു 26 കടന്നു വരുമ്പോൾ, turning attentions to Matthew chapter 26, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നിട്ട് താൻ എന്തിനു വേണ്ടി കടന്നു വന്നുവോ അതിൻ്റെതായ ആ സന്ദർഭത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നതായ ഒരു വേളയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. the situation is Jesus is approaching the critical moment for which he came to earth. നമുക്കറിയാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വന്നത് പാപികളെ രക്ഷിപ്പാനാണ് എന്ന് നമുക്കറിയാം. We know that Jesus came into this world to save the sinners. രോഗികളെ സൗഖ്യമാക്കുവാനോ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാനോ മാത്രം വന്നതല്ല, അതിലെല്ലാം ഉപരിയായി നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവറി ക്രൂശിൽ മരിക്കുവാനായിട്ടാണ് നമ്മുടെ കർത്താവ് ലോകത്തിലേക്ക് വന്നത്. He did not come just to heal the sickness or raise the dead, but he came to die on the cross and save the sinners. എന്നാലും മനുഷ്യൻ എന്നുള്ളതായ നിലയിൽ ആ സാഹചര്യത്തോട് അടുക്കുമ്പോൾ, ആ വേളയോട് അടുക്കുമ്പോൾ യഹോവയെ കർത്താവ് വളരെയേറെ മാനസികമായി ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. And despite this, he is a human, and as he comes close to this, you can see how he goes through that human feelings. താൻ തെരഞ്ഞെടുത്തതായ ശിഷ്യന്മാരിൽ ഒരുത്തനായിരിക്കുന്നതായ യൂദാസ് കർത്താവിനെ ചുംബനം കൊണ്ട് അവനെ ഒറ്റിക്കൊടുക്കുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. We see one of the chosen disciples, Judas, betrays Jesus. നമുക്കറിയാം, സാഹചര്യം നമുക്ക് വളരെ നന്നായിട്ട് അറിയാം. കർത്താവിനെ കണ്ടിട്ട് കർത്താവിനെ ഓടിക്കടന്നു വന്നിട്ട് അവൻ ചുംബിക്കുന്നതും അങ്ങനെ തന്നെ ഒറ്റിക്കൊടുക്കുന്നതും കർത്താവിനെ അറസ്റ്റ് ചെയ്യുന്നതും നമുക്ക് അവിടെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. We know this very well. Judas comes to Jesus, who embraces him and gives him a kiss. അവൻ കൂടെ നടന്നതായി പത്രോസ് തന്റെ ഉറയിൽ നിന്ന് വാളെടുത്തു വീശി ഒരു പട്ടാളക്കാരൻ്റെതായി ചെവി അറ്റുപോയതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. We also know that Peter unsheathes his sword and slices off the ears of one of the soldiers. അപ്പോഴും നമ്മുടെ കർത്താവിൻ്റെതായ ആ മാനസിക അവസ്ഥയാണ്, അല്ലെങ്കിൽ കർത്താവിൻ്റെതായ നിലയാണ് ഞാൻ നിങ്ങളോട് പറയുവാൻ താല്പര്യപ്പെടുന്നത്. And I want to draw your attentions to Jesus' situation that time. പത്രോസിനോട് കർത്താവ് പറയുകയാണ്, അവൻ വാളെടുക്കുന്നവനെല്ലാം വാളാൽ നശിച്ചു പോകും, അതുകൊണ്ട് നീ വാള് ഉറയിൽ തന്നെ ഇടുക എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ കർത്താവ് അപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എനിക്ക് വേണമെങ്കിൽ ഹല്ലേലൂയ എൻ്റെ കർത്താവിനോട്, എൻ്റെ പിതാവിനോട് ചോദിച്ചാൽ ഹല്ലേലൂയ ദൂതന്മാരെ അയച്ചു തരികയില്ലയോ? അനേക ആയിരങ്ങളെ എനിക്ക് അയച്ചു തരും. പക്ഷെങ്കിൽ ഹല്ലേലൂയ എൻ്റെ ദൈവത്തിൻ്റെതായ സമയത്തിന് വേണ്ടി, എൻ്റെ ദൈവത്തിൻ്റെതായ ഹിതത്തിന് വേണ്ടി ഏൽപ്പിക്കേണ്ടത് ആവശ്യമായ കാര്യമാണ് എന്നവരെ പഠിപ്പിക്കുന്നു. And Jesus immediately tells Peter, those who live by the sword will die by the sword. And he tells them, if I want, I can ask my Father, he will send thousands of angels, but instead I'm here waiting for the time and will of God. ദൈവജനമേ, ഞാൻ പറഞ്ഞു വരുന്നത് ഹല്ലേലൂയ സൗമ്യത എന്ന് പറയപ്പെടുന്നത് ഹല്ലേലൂയ സ്വന്തം ഹിതത്തിനനുസരിച്ച് പോകുന്നതായ ഒരു സംഗതിയല്ല, ദൈവഹിതത്തിന് നമ്മെ തന്നെ ഏൽപ്പിക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം Let me കഴിയും. remind you, meekness is about waiting on God's will. അവർ കർത്താവായ യേശുക്രിസ്തു അവിടെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന നമുക്ക് വളരെ നന്നായിട്ട് അറിയാം. We know this prayer that Jesus prayed. കർത്താവ് എന്താ പ്രാർത്ഥിച്ചത്? What did he pray? പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ. He prayed, God, if it is your will, take this cup of suffering from me. എന്നിട്ട് പിന്നെയും പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന അവിടെ അവസാനിപ്പിക്കുന്നില്ല. കർത്താവ് പറയാണ്, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല കർത്താവേ, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. And he continues, yet not my will, let your will be done. ഇതാണ് സൗമ്യതയിൽ നിന്ന്, കർത്താവിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. This is what we can learn of meekness from Jesus. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഇച്ഛിക്കാത്തതായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, in our life when we go through situations we didn't desire or expect, നാം പലപ്പോഴും ശാരീരികമായി വേദനയിലൂടെ കടന്നു പോകുമ്പോൾ, when we go through physical pain, മാനസികമായ തകർച്ചയിലൂടെ നാം കടന്നു പോകുമ്പോൾ, when we are in emotional turmoil, ദൈവജനമേ, എനിക്ക് നിങ്ങൾക്ക് ഹല്ലേലൂയ ഓർക്കുവാൻ തക്കവണ്ണമുള്ളത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മാതൃകയാണ്. may we be reminded about the example of Jesus. ഹല്ലേലൂയ കർത്താവേ, ഞാൻ ഈ
ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നു, എങ്കിലും ഞാൻ ആയിരിക്കുന്നത് എൻ്റെ ദൈവത്തിൻ്റെ ഹിതമാണെന്ന് മനസ്സിലാക്കിയിട്ട് കർത്താവേ ഇവിടെ നിൽക്കുവാൻ, ഇവിടെ സഹിച്ചു നിൽക്കുവാൻ കൃപ നൽകണമേ, അവിടുത്തെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് പറയുന്നതാണ് ഒരു ആത്മീയൻ്റെതായ സൗമ്യത എന്ന് പറയുന്നത്. Meekness is in those circumstances when you are being persecuted. Say, God, I'm not here on my own. I know you have a plan for me and you will take care of me. അപ്പോൾ സൗമ്യത എന്ന് പറയപ്പെടുന്നത് നമ്മുടെ പരസ്പര ബന്ധത്തിലുള്ളതായ ബന്ധം മാത്രം പറയുന്നതല്ല, നമ്മുടെ ദൈവവുമായിട്ടുള്ളതായ ബന്ധത്തിലും നമ്മൾ സൗമ്യത ഉള്ളവരായിരിക്കണം. Meekness is not just about a relationship with each other, but it is in relation to God. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നതായ സമയത്ത് ഹല്ലേലൂയ സൗമ്യനായി നിൽക്കുവാൻ, സൗമ്യതയോടുകൂടെ നിൽക്കുവാൻ കഴിയുന്നുവെങ്കിൽ ഞാനും നിങ്ങളും കഴിഞ്ഞ രാത്രി ഞാൻ ഓർപ്പിച്ചതുപോലെ ഹല്ലേലൂയ ഒരു ക്രിസ്ത്യാനി എന്നുള്ളതായ ഒരു അടയാളത്തോടുകൂടെ നമുക്ക് നിലനിൽക്കുവാൻ തക്കവണ്ണം കഴിയും. In this world, when what we deserve is being denied, even in those circumstances, as a Christian, as a child of God, we must demonstrate meekness. ആമേൻ. അതിനെക്കുറിച്ച് അപ്പോസ്തലനായ പത്രോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. This is what Paul says. 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. 1 Peter chapter 5 verse 6 says, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ് താണിരുപ്പിൻ. humble yourself under Christ's mighty hand that he may lift you up in due time. നമ്മൾ കർത്താവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത് ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരുന്നത് കൊണ്ട് ഹല്ലേലൂയ പിതാവായി ദൈവം തന്റെ പുത്രനായ ഹല്ലേലൂയ ക്രിസ്തുവിനെ ഹല്ലേലൂയ കട്ടപ്പാടുകൾ കഴിഞ്ഞിട്ട് 3-ാമത്തെ ദിവസം ഒരു ഞായറാഴ്ച കടന്നു വന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. We know Christ submitted himself to God's mighty hand, and after 3 days, you know what happened. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൽ നാം കർത്താവിന്റെ സന്നിധിയിൽ നാം സമർപ്പിക്കുന്നുവെങ്കിൽ നമ്മെ തക്ക സമയത്ത് ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. Amen. If we submit ourselves to his mighty hand, in due time he will lift us up. മൂന്നാമത് എനിക്ക് നിങ്ങളോട് പറയുവാൻ തക്കവണ്ണം, ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളതായ വിഷയം എന്തെന്ന് ചോദിച്ചാൽ, The third point I want to bring to your attention is meekness brings peace in relationship. സൗമ്യത ബന്ധങ്ങളിൽ സമാധാനം കൊണ്ടുവരും. meekness brings peace in relationships. ആമേൻ. അതിന് ഉദാഹരണമായിട്ട് ഞാൻ എടുക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നത് അബ്രഹാമിന്റെ കാര്യവും ലോത്തിന്റെ കാര്യവുമാണ്. I want to illustrate this example through Abraham and Lot's life. ഈ സംഭവം നമുക്ക് വളരെ പരിചയമുള്ള ഒരു സംഭവമാണ്. In a situation that we're all familiar with. ആമേൻ. പിതാവായി ദൈവം അബ്രഹാമിനെ വിളിച്ചു വേർതിരിച്ചു. God had called Abraham and set him apart. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് ഇറങ്ങി പുറപ്പെടുക എന്ന് പറഞ്ഞപ്പോൾ സ്വന്തക്കാരെ ചാർച്ചക്കാരെ ഒക്കെയും വിട്ടിട്ട് അബ്രഹാം ഇറങ്ങി പുറപ്പെട്ടു. When God showed him a city, Abraham left his family and his friends and everything and followed God's will. അബ്രഹാമിനോടൊപ്പം തന്റെ നെഫ്യൂ ആയിരിക്കുന്നതായി ലോത്തും കൂടെ പുറപ്പെട്ടത് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. We know that Lot also pursued Abraham. ആമേൻ. അവരെ കുറിച്ച്, അവിടെ യാത്രയെ കുറിച്ച് നമ്മൾ പിന്നെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത് അവരെ ഇറങ്ങി പുറപ്പെട്ടു, അവരെ കർത്താവ് സമർത്ഥമായി അനുഗ്രഹിച്ചു. And we know this, when they departed from there, God blessed them immensely. ദേശത്തിന് വഹിച്ചുകൂടാതെ വണ്ണം അവർ അത്രത്തോളം സമ്പൽ സമൃദ്ധമായി അല്ലെങ്കിൽ വളരെ സമൃദ്ധിയുള്ളവരായി തീർന്നു. They became wealthy and prosperous. ആമേൻ, ഹല്ലേലൂയ. അവരുടേതായ ആമേൻ, ഹല്ലേലൂയ, വേലക്കാർ, ജോലിക്കാർ തമ്മിൽ ബഹളം വയ്ക്കുന്ന, ലഹള ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ വഴക്കുണ്ടാക്കുന്നതായ തരത്തിൽ ആമേൻ സംഗതികളൊക്കെയും ആമേൻ അതായത് നീങ്ങുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. And after a period of time, the servants of both Abraham and Lot started fighting with each other. ഇങ്ങനെ വളരെ പിരിമുറുക്കത്തിലായിരിക്കുന്നതായ സമയത്താണ് ഹല്ലേലൂയ അബ്രഹാം ഇവിടെ എഴുന്നേൽക്കുന്നത്. In such a difficult circumstance, Abraham is being placed. ഇവിടെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത് ഹല്ലേലൂയ സൗമ്യത ഉണ്ടെങ്കിൽ ആമേൻ നമ്മുടെ റിലേഷൻഷിപ്പ് അത് മെയിൻറ്റെയിൻ ചെയ്യുവാൻ തക്കവണ്ണം സഹായിക്കുമെന്നുള്ള വിഷയം. And here is where we're going to learn how meekness can bring solid relationships. അബ്രഹാമാണ് ഇറങ്ങി പുറപ്പെട്ടത്. Abraham departed from that city. അബ്രഹാമിനെയാണ് യഹോവയായ ദൈവം വിളിച്ചു വേർതിരിച്ചത്. It was Abraham whom God called.
called. ഇതിന് പുറകെ വന്ന വ്യക്തിയാണ് ലോത്ത്. It was Lot who decided to follow അപ്പോൾ Abraham. ഞാൻ പറഞ്ഞു വരുന്നത് അവകാശങ്ങളെല്ലാം ഉള്ളത് അബ്രഹാമിനാണ്. As I'm saying, all the right belonged to Abraham. എങ്കിലും നമ്മൾ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. Yet we read this way. ആമേൻ, ഹല്ലേലൂയ. അബ്രഹാം ലോത്തിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. Abraham says to Lot this. നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്ന കാര്യമാണ്, ദേശം മൊത്തം നിന്റെ മുമ്പിൽ കിടക്കുന്നു. In simple terms, it says all the land before you is ആമേൻ, first. നിനക്ക് ഇഷ്ടമുള്ളതായ സ്ഥലം നിനക്ക് തിരഞ്ഞെടുക്കാം. നീ അങ്ങോട്ടാണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞ് സൗമ്യതയോടുകൂടെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതായ ഒരു അബ്രഹാമിനെ നമുക്ക് കാണാൻ So കഴിയുന്നുണ്ട്. Abraham tells Lot, all this land is there. If you go to the right, I will go to the left. And that's how Abraham deals with meekness. ആമേൻ, ഹല്ലേലൂയ. ഇതാണ് ഒരു ക്രിസ്ത്യാനിയുടേതായ പ്രത്യേക സ്വഭാവ വിശേഷണം എന്ന് പറയുന്നത്. This is the special characteristic of a Christian. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്കറിയാം ലോത്ത് നല്ല സ്ഥലം തിരഞ്ഞെടുത്തു. So Lord obviously chose the better place. ആമേൻ, ലോത്തിൻ്റെതായ ആമേൻ, ഹല്ലേലൂയ, എല്ലാ പ്രിയപ്പെട്ട ഒരു നല്ല സ്ഥലം നോക്കി പോയി. എന്നാൽ ഹല്ലേലൂയ നമ്മൾ മനസ്സിലാക്കുന്നത് ആമേൻ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ആമേൻ ഏത് സംഗതി അവൻ ഉപേക്ഷിച്ചോ അതിൻ്റെതായ നിലയിലേക്കാണ് അബ്രഹാം കടന്നുപോയത്. So Lord chose the better place and took everything, and Abraham got the opposite, the unproductive place. എന്നാൽ ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത് ദൈവം അബ്രഹാമിനെയും അവൻ്റെതായ പ്രിയപ്പെട്ടവരെയും വളരെ സമർത്ഥമായി അനുഗ്രഹിച്ചു എന്ന് കാണുവാൻ തക്കവണ്ണം കഴിയും. But yet we read in the word of God that God blessed where Abraham was. ദൈവജനമേ, നാം സൗമ്യതയോടുകൂടെ ഹല്ലേലൂയ നാം നമ്മുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുവെങ്കിൽ ഹല്ലേലൂയ നമുക്ക് നമ്മുടെ പരസ്പര ബന്ധത്തിൽ നമ്മുടെ റിലേഷൻഷിപ്പ് വളരെ യാതൊരു വിഘ്നവും കൂടാതെ വണ്ണം, അത് മറിഞ്ഞു പോകാതെ വണ്ണം, അല്ലെങ്കിൽ പൊട്ടിപ്പോകാതെ വണ്ണം എപ്പോഴും കീപ്പ് ചെയ്യുവാൻ, മെയിൻറ്റെയിൻ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കും. And if you follow this meekness, you will be able to maintain relationships without obstacles. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഹല്ലേലൂയ തൻ്റെതായ ഹല്ലേലൂയ അവകാശങ്ങൾ പോലും തൻ്റെ റൈറ്റ്സ് പോലും എല്ലാം സാക്രിഫൈസ് ചെയ്തിട്ട് അബ്രഹാം ലോത്തിൻ്റെതായ മുമ്പിൽ ഹല്ലേലൂയ ആ ബന്ധം സ്ഥാപിക്കുവാൻ, അതിനെ മെയിൻറ്റെയിൻ ചെയ്യുവാൻ ഹല്ലേലൂയ അവിടെ മുൻകൈയെടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. What we see Abraham denying what was rightfully his, yet to maintain the relationship with Lot. ഇന്ന് പൽക്കാലം ഞാൻ നിങ്ങളോട് പറയട്ടെ, നമുക്ക് നമ്മുടേതായ സഹോദരങ്ങളുമായിട്ടുള്ളതായ ബന്ധത്തിൽ ഹല്ലേലൂയ ഏതെങ്കിലും തരത്തിൽ ഹല്ലേലൂയ ബന്ധങ്ങൾ മുറിഞ്ഞു പോകുന്നതായ തരത്തിൽ ഏതെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഹല്ലേലൂയ സൗമ്യതയുടെ ആത്മാവിൽ നമുക്ക് അതിനെ അതിജീവിക്കുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ടോ? I want to ask you this morning, if your relationships are frail, are you able to maintain meekness to help sustain that? ആമേൻ, അങ്ങനെ നാം ഹല്ലേലൂയ നമ്മെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതത്തിനു വേണ്ടി സൗമ്യതയോടുകൂടെ നമ്മുടെ സഹോദരങ്ങളോട് ഇടപെടുമ്പോൾ, And in relationship to God, if you are able to maintain relationship with meekness, ആമേൻ, ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചതുപോലെ ദൈവം നമ്മെയും അനുഗ്രഹിക്കും, നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും. God will bless each one of us the same way He blessed Abraham. ആമേൻ, ലോത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ എന്താ വായിക്കുന്നത്? When we learn about Lot, what do we know? ആമേൻ, ഹല്ലേലൂയ, ലോത്തിൻ്റെതായ ജീവിതത്തിൻ്റെതായ അവസാനം ഒക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. We all know his end. ഹല്ലേലൂയ, അതിനെക്കുറിച്ച് ദൈവവചനം പറയുന്നത് വലഞ്ഞുപോയ അല്ലെങ്കിൽ ഇല്ലാതായി പോയ ആമേൻ ഒരു നീതിമാനായിട്ടാണ് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. We read about him as a righteous man who was just washed away. ആമേൻ, അതുകൊണ്ട് ദൈവമായി കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നതായ കാര്യം റോമാലേഖനത്തിൽ കടന്നു വരുമ്പോൾ റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം, In Romans chapter 12 verse 11 we read this. അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, കഴിയുമെങ്കിൽ If possible, നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിപ്പീൻ. if possible, try and be in peace with everyone. ആമേൻ, അതാണ് നമ്മെക്കുറിച്ച് ദൈവം താല്പര്യപ്പെടുന്നത്. That is what God desires of us. ഇതാണ് സൗമ്യതയുടേതായ സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ. അവരെ കുറിച്ച് നമ്മൾ വായിച്ചത് എന്താണ്? അവരെന്ത് ചെയ്യും?
അവർക്ക് ദൈവരാജ്യം അല്ലെങ്കിൽ അവകാശമാക്കുവാൻ തക്കവണ്ണം കഴിയും. ഭൂമിയെ അവകാശമാക്കുവാൻ തക്കവണ്ണം കഴിയും. We read, "Blessed are the meek, for they shall inherit the earth." അതുകൊണ്ട് നമ്മൾ വായിക്കുന്നത്, അതുകൊണ്ട് കഴിയുമെങ്കിൽ സകല മനുഷ്യരോട് സമാധാനമായിരിപ്പീൻ. That is why it says, if possible, try and maintain peace with everyone. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, ദൈവജനമേ, നാം സമാധാനത്തോടുകൂടെ ഓരോ ദിവസവും ദൈവം ആഗ്രഹിക്കുന്നതായി നിലയിൽ സൗമ്യയുടെ ആത്മാവ് അല്ലെങ്കിൽ ആത്മാവിന്റെ ഫലമുള്ളവരായി, ആ ഫലം കായ്ക്കുന്നവരായി ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കുക. May we submit ourselves to God's hand, that He may help us bear the fruits and we can walk in the way that He wants. നാലാമത് എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളത്, meekness reflects the heart of Christ. സൗമ്യത ക്രിസ്തുവിന്റെ ഹൃദയത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ്. The fourth point is meekness reflects the heart of Christ. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെതായ ശുശ്രൂഷ നമ്മൾ നോക്കുമ്പോൾ, കർത്താവിൻ്റെതായ ശുശ്രൂഷയിൽ ഉടനീളം ഹല്ലേലൂയ കർത്താവ് സൗമ്യത ഉള്ളവനായി മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. If we observe the ministry of Jesus while He was on earth, He always demonstrated meekness. ആമേൻ. കർത്താവായ യേശുക്രിസ്തു അതിനുവേണ്ടി മറ്റുള്ളവരെ അതിലേക്ക് ആകർഷിക്കുന്നതായി, അതിലേക്ക് ക്ഷണിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. We can see that He drew and attracted people towards it. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 29-ാമത്തെ വാക്യം Matthew chapter 11 verses 29. വായിക്കാമോ? ആ ആ ആമേൻ. Take my yoke upon you and learn from me, for I am gentle and humble in heart, and you will find rest for your souls. ആമേൻ. അപ്പോൾ കർത്താവിടെ ആഹ്വാനം ചെയ്യാണ് ഡിസിഷന്മാരോട് അവിടെ പഠിപ്പിക്കുന്നതായ കാര്യം ഇതാണ്, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ നുകം ഏറ്റെടുത്ത് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കും. Here is Jesus teaching His disciples, take my yoke upon you and learn from me, for I am gentle and humble in heart, and you will find rest for your souls. അവർ കർത്താവായ യേശുക്രിസ്തു പ്രത്യേകിച്ച് ലോകത്തിലേക്ക് കടന്നു വന്നതായ സമയത്ത് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും, തകർന്നവരോട് അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടതായ പ്രിയപ്പെട്ടവരോട് പ്രത്യേക വളരെ അനുകമ്പയോടുകൂടെ അവൻ പ്രവർത്തിക്കുന്ന, ശുശ്രൂഷിക്കുന്ന, ഇടപെടുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. We see when Jesus was on earth in His ministry, how He approached those who were against Him and despising Him. ആമേൻ. ഹല്ലേലൂയ. നമുക്കറിയാം, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടതായ ഒരു സ്ത്രീയുമായിട്ട് പരീശന്മാർ യേശുവിന്റെ അടുക്കൽ കടന്നു വരുന്നത്. You can see Pharisees bringing an adulterous woman to Jesus. ആമേൻ. ഹല്ലേലൂയ. അവരെല്ലാവരും ന്യായപ്രമാണത്തെ കയ്യിൽ പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ന്യായപ്രമാണത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് പറയുകയാണ്, ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന്. They bring the law and tell Jesus that this woman must be stoned. എന്നാൽ കർത്താവ് ഹല്ലേലൂയ അവിടതായ പാപത്തെ അനുകൂലിക്കുകയല്ലായിരുന്നു, അവിടെ പാപത്തെ വെറുത്തിട്ട്, അവിടെ പാപത്തെ മാറ്റിവെച്ചിട്ട് അവർക്ക് വേണ്ടി ഹല്ലേലൂയ പരീശന്മാരോട് കൊണ്ടുവന്നതായ പ്രിയപ്പെട്ടവരോട് സംസാരിക്കുന്നു നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. What we see Jesus doing is condoning it, but keeping aside a sin and communicating with the Pharisees. ആമേൻ. ഹല്ലേലൂയ. അവരെ കൊണ്ടുവന്നതായ നിലയിൽ അവർക്ക് കല്ലെറിയുവാൻ തക്കവണ്ണം, കൊല്ലുവാൻ തക്കവണ്ണം കഴിയാതെ കല്ലെടുത്ത് ഉപേക്ഷിച്ചിട്ട്, കല്ല് മാറ്റി വെച്ചിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുമ്പോൾ, മാറുമ്പോൾ കർത്താവോട് പറയുന്നത്, ഞാനും നിന്നെ ശിക്ഷിക്കുന്നില്ല, നീ ഇനി മേലാൽ പാപം ചെയ്യരുതെന്നാണ്. And after the Pharisees dropped the stones and walked away, Jesus looked at this woman and says, even I'm not going to judge you or punish you.
ആമേൻ. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത് ഹല്ലേലൂയ കർത്താവിൻ്റെതായ സ്വഭാവം എന്ന് പറയപ്പെടുന്നത് സൗമ്യതയുള്ളതായ സ്വഭാവമാണ്. We observe the meekness of Jesus. ആമേൻ. ഹല്ലേലൂയ. നാം ദൈവമക്കൾ എന്ന് പറഞ്ഞിട്ട് നാം പലപ്പോഴും ഹല്ലേലൂയ സൗമ്യമായി ഇടപെടുവാൻ കഴിയുന്നില്ല എങ്കിൽ ഹല്ലേലൂയ ദൈവജനമേ ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ നമുക്കൊന്ന് മടങ്ങി വന്നിട്ട് കർത്താവേ ദിവസങ്ങളിൽ അങ്ങ് ആഗ്രഹിക്കുന്ന നിലയിൽ സൗമ്യതയോടുകൂടെ ഹല്ലേലൂയ മുന്നേറുവാൻ എൻ്റെ സംസാരങ്ങളിൽ എൻ്റെ ഇടപാടുകളിൽ സൗമ്യത ഉള്ളതായി തീരുവാൻ തക്കവണ്ണം എന്നെ കൂടുതലായി ദൈവവചനത്തിൽ ആമേൻ ഹല്ലേലൂയ എന്നെ പഠിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. We are children of God and yet we do not have this. Can we ask our Lord, Lord, teach me meekness, ground me in your word and change my attitude? അവസാനമായിട്ട് ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളതായ വിഷയം എന്തെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ അഞ്ചാമതായിട്ട് meekness leads to spiritual inheritance. ഹല്ലേലൂയ സൗമ്യത ആത്മീയമായ അവകാശത്തിലേക്ക് നമ്മെ നയിക്കുന്നു. The fifth point is meekness leads to spiritual inheritance. ആമേൻ. ഹല്ലേലൂയ. അതിന് ഉദാഹരണമായിട്ട് ഞാൻ എടുക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നതായ ഒരു ജീവിതം എന്ന് പറയുന്നത് മോശയെക്കുറിച്ചാണ്. The example that I want to take today is of Moses. മോശയെക്കുറിച്ച് നമ്മുടെ സംഖ്യാപുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ വായിക്കുന്ന എങ്ങനെയാണ്? In the book of Numbers we read of Moses this way. സംഖ്യാപുസ്തകം 12-ാം അധ്യായം 3-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. And we read in Numbers chapter 12 verse 3 that Moses was the most humble man. അവൻ ഭൂതലത്തിലുള്ളതായ ഭൂമിയിലുള്ളതായ സകല മനുഷ്യരിലും വളരെ സൗമ്യതയുള്ളതായ വ്യക്തി എന്ന് വിശേഷിക്കപ്പെട്ടതായ ഒരു വ്യക്തിയായിരുന്നു മോശ. We read Moses was a very humble man, more humble than anyone else on the face of earth. താൻ മിസ്രൈമിലായിരുന്നപ്പോൾ മിസ്രൈമിൽ അല്ലെങ്കിൽ ഫറവോന്റേതായ കൊട്ടാരത്തിൽ വളർന്ന് അവിടെ നിന്ന് അഭ്യസിച്ച് കാര്യങ്ങളൊക്കെയും അതായത് പഠിച്ചു മുന്നേറിയ ഒരു വ്യക്തിയാണ്. Moses grew up in Egypt in the palace of the Pharaoh. എന്നാൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ തന്റേതായ അവസ്ഥകൾക്കെല്ലാം മാറ്റം വരുത്തിയിട്ട് അവൻ ദൈവത്തോടൊപ്പം പ്രവർത്തിക്കുന്നു നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. Once he was called by God, you can see he works with God. ആമേൻ. ഹല്ലേലൂയ. അവിടെ അദ്ദേഹം പിന്നെ അദ്ദേഹത്തെ കുറിച്ച് ദൈവവചനം പഠിപ്പിക്കുന്ന കാര്യം ഇതാണ്. അദ്ദേഹം സൗമ്യതയിൽ നിന്ന് സൗമ്യതയുടേതായ ഒരു ഗ്രാജുവേഷൻ സൗമ്യതയിൽ താൻ പരിപൂർണ ഒരു വ്യക്തിയായി മാറുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. We can learn that he becomes perfect in his humility. ആമേൻ. ഹല്ലേലൂയ. തന്റേതായ ആ ആരംഭ സമയത്ത് ചിലപ്പോൾ താൻ ചിന്തിച്ചു കാണും, എൻ്റെ സ്വന്തം ശക്തി കൊണ്ട് എൻ്റെതായ ബലം കൊണ്ട് ഞാൻ ഇസ്രായേൽ മക്കളെ വിടുവിക്കുമെന്ന് ചിലപ്പോൾ ചിന്തിച്ചുകൊണ്ടായിരിക്കാം മിസ്രൈമിനെ അടിച്ചു കൊന്നതും പറ്റും. He might have started his journey thinking that I can liberate Israelites by my own power. എന്നാൽ ദൈവമായ കർത്താവ് ദൈവമായ മോശയെ ഹല്ലേലൂയ തന്റേതായ അതായത് സ്കൂളിലൂടെ കടത്തിവിട്ടിട്ട് തന്നെ പഠിപ്പിക്കുന്നത് മനസ്സിലാക്കിയിട്ട് താൻ സൗമ്യനായ ഒരു വ്യക്തിയായിട്ട് മാറുകയാണ്. But God schooled him and educated him and transformed him to a very humble man. ആമേൻ. ഹല്ലേലൂയ. സ്വന്തം സഹോദരനും അല്ലെങ്കിൽ സഹോദരിയും തന്നെ അത് പലപ്പോഴും വെല്ലുവിളിച്ചതായ സമയത്ത് പോലും ഹല്ലേലൂയ താനെ എതിർത്ത് നിൽക്കാതെ വണ്ണം ഹല്ലേലൂയ കർത്താവിനോട് ചേർന്ന് നേരത്തെ പറഞ്ഞതുപോലെ ദൈവഹിതത്തിന് ഹല്ലേലൂയ സൗമ്യതയോടുകൂടെ കൂടെ കൈകാര്യം ചെയ്ത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. We see that even his own brother and sister challenged him. He stood with God and dealt with them meekly. ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. അതായത് അബ്രഹാമിന്റെ സന്തതികളാണല്ലോ ഇസ്രായേൽ ജനം. ഇസ്രായേൽ ജനത്തെ ഹല്ലേലൂയ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് ഹല്ലേലൂയ ആമേൻ സ്വന്തം നാട്ടിലേക്ക് അല്ലെങ്കിൽ വാഗ്ദത്ത നാട്ടിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം ദൈവം ഉപയോഗിച്ച വ്യക്തിയാണ് ഈ സൗമ്യനായ മോശ. We know that Israelites are the descendants of Abraham and God used this man Moses to liberate them. ഹല്ലേലൂയ. തനിക്ക് തന്നെ അവകാശത്തിലേക്ക് പോകുവാൻ തക്കവണ്ണം കഴിഞ്ഞില്ല എന്നുള്ളത് നമുക്കറിയാവുന്ന സത്യമാണ്. We know it is true that he could not inherit
inherit the promised land. എന്നാൽ ഹല്ലേലൂയ തന്റേതായ വാക്ക് കേട്ട് ഇറങ്ങി പുറപ്പെട്ടതായ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ ആ വാഗ്ദത്ത നാട്ടിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം യഹോവ തെരഞ്ഞെടുത്ത വ്യക്തിയായിരുന്നു മോശ. ആ മോശയെ കുറിച്ച് വായിക്കുന്നത് അവൻ സൗമ്യനായിരുന്നു. But God used this man Moses to lead the Israelites to the promised land. And about this man we read, he was a meek and humble man. അമേൻ. ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൽ സൗമ്യത എന്ന് പറയപ്പെടുന്നത് ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ആവശ്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് സൗമ്യതയോടുകൂടെ കൈകാര്യം ചെയ്യുവാൻ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. Dear church, meekness is so important. May we submit ourselves to God's powerful hand. നമ്മുടെ കർത്താവ് പഠിപ്പിച്ച കാര്യം ഇതാണ്: നാം സൗമ്യത ഉള്ളവരാണെങ്കിൽ ഭൂമിയെ അവകാശമാക്കുവാൻ തക്കവണ്ണം കർത്താവ് അവസരങ്ങൾ ഒരുക്കും. If we are humble and meek, God will give you the opportunities to inherit the earth. ദൈവജനമേ, ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചതുപോലെ തന്നെ നാം വരുവാനുള്ള ലോകത്തിൻ്റെതായ അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെതായ പ്രജകളാണ്, ദൈവരാജ്യത്തിൻ്റെതായ പൗരന്മാരാണ്. ഹല്ലേലൂയ. നാം ഒരു ദിവസം നമ്മുടെ കർത്താവിനോടൊപ്പം ഈ ഭൂമിയെ ഭരിക്കുവാൻ തക്കവണ്ണം പോകുന്നവരാണ്. I want to remind you again, we are citizens of heaven, and one day along with Jesus we will rule this world. നാം സൗമ്യതയോടുകൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുവെങ്കിൽ മാത്രമേ ആ അവകാശത്തിലേക്ക് എനിക്കും നിങ്ങൾക്കും ചെന്ന് പ്രവേശിക്കുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. Only if we can deal with meekness will we be able to enter into the promise and inheritance. ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവജനമേ, കർത്താവേ, സൗമ്യതയുടെ ആത്മാവ് എന്നിൽ പകരണമേ എന്ന് നമുക്ക് വാസ്തവമായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. May we earnestly pray this morning, God, give me the spirit of meekness. തീർച്ചയായിട്ടും ദൈവമായി കർത്താവിനായി സഹായിക്കും വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പാടി ഹല്ലേലൂയ ഇംഗ്ലീഷ് പാട്ടുകൾ പാടി നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്.